നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു എർത്ത് ഈ രണ്ട് സൈഡിൽ നിന്നും കണ്ണിൻ്റെ ഉള്ളിലോട്ട് പാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇത് അറിയാനാകും. അപ്പോൾ നിങ്ങളെ കൊണ്ട് ഞാനത് ചെയ്യിക്കുകയാണ്. എല്ലാവരും ചെയ്യുക. പ്രത്യേകിച്ച് കണ്ണിന് പ്രശ്നമുള്ള എല്ലാവരും ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ അത് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു എർത്ത് നിങ്ങളുടെ കണ്ണിൻ്റെ ഉള്ളിലോട്ട് പാസ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ അത് അറിയാനാകും. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. സുഖമാണോ സുഖമല്ലയോ? സുഖമാണെന്ന് ചോദിച്ചിട്ട് പോലും ആരും മിണ്ടുന്നില്ല. പല വീഡിയോക്കാർ ഞാൻ ചോദിക്കാറുണ്ട്, പക്ഷെ നിങ്ങൾ ആരും മിണ്ടുന്നില്ല. എന്നോട് പിണക്കമാണെന്നാണ് തോന്നുന്നത്. എന്നോട് പിണക്കം എന്തെങ്കിലും ഉണ്ടോ? പിണക്കമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ പിണങ്ങിയെന്ന് വേണ്ടല്ലോ. ഞാൻ വെറും പാവമാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ ഞാൻ വെറും പാവമാണെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾക്കറിയാം. അപ്പോൾ സുഖമാണെന്ന് ചോദിച്ചാൽ സുഖമാണെങ്കിൽ സുഖമാണെന്ന് പറയാമല്ലോ. ഒരു രസമല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം കാഴ്ചശക്തി 100 മടങ്ങ് വർദ്ധിക്കുവാൻ ഈ ഗരുഡമുദ്ര. ഓക്കെ, ഗരുഡമുദ്ര ഇങ്ങനെ ചെയ്യുക. എങ്ങനെ ചെയ്യണം? ഇങ്ങനെ ചെയ്യണം. അത് എങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതുമായിട്ടുള്ള നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ കുടുംബത്തിൻ്റെയും 1000 താങ്ക്സ്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ്സ് ഇട്ട് തരികയും ബാഡ് കമൻറ്റ് ഇടുകയും അഥവാ ഇനി കമൻറ്റ് ഇടാതിരിക്കുകയും ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിന് 1000 താങ്ക്സ്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ ഇത് ഗരുഡമുദ്ര ഉപയോഗിച്ച് കാഴ്ചശക്തി എങ്ങനെ 100 മടങ്ങ് വർദ്ധിപ്പിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പറയാതെ തന്നെ അറിയാം, ഒരു കഴുകനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് എത്ര ഉയരത്തിൽ പറന്നാലും മാക്സിമം ഉയരത്തിൽ പറക്കുന്നതിന് പറയാണ് കഴുകൻ. ഓക്കെ, അപ്പോൾ ഈ ജീവി എത്ര ഹൈറ്റിൽ എത്ര ഉയരത്തിൽ പറന്നാലും അത് തൻ്റെ ഇരയെ കാണും. ചെറിയൊരു എലിക്കുഞ്ചായാലും അത് നല്ല മുകളിലിരുന്ന് കാണും. അത് കാണുക മാത്രമല്ല, നൈസായിട്ട് പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് കീഴേ ഇറങ്ങി താഴെ ഇറങ്ങി റാഞ്ചിക്കൊണ്ട് പോവുകയും ചെയ്യും. നിങ്ങൾക്കറിയാം, കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് അറിയാം ഈ കഴുകൻ്റെ സൂത്രപ്പണികൾ. ഓക്കെ, അപ്പോൾ കഴുകന് കണ്ണിന് നല്ല കാഴ്ചശക്തിയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചശക്തി നമുക്ക് ഗരുഡ മുദ്ര വഴി നമുക്ക് ആർജിക്കാനാണ്. ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാരുടെ പ്രശ്നമാണ്, ഒന്നെങ്കിൽ എത്ര ദൂരെയുള്ള ആൾക്കാരെ കാണാൻ കഴിയും, അല്ലെങ്കിൽ അടുത്ത് വരണം കാണാൻ കഴിയുന്നില്ല. ചില ആൾക്കാർക്ക് ദൂരെയുള്ള ആൾക്കാരെ കാണാൻ കഴിയും, ചില ആൾക്കാർക്ക് ദൂരെയുള്ള വസ്തു നോക്കിക്കും അതിനെ കാണാൻ കഴിയത്തില്ല. ഓക്കെ, മറ്റു ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയും, പക്ഷേ മറ്റു ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയും. അപ്പോൾ ദീർഘദൃഷ്ടി, ഹ്രസ്വദൃഷ്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ പ്രായമായിട്ട് കണ്ണിൽ വെള്ളമെടുത്ത് കാഴ്ച മങ്ങുന്നു, കാഴ്ച മങ്ങുന്നു, ഡബിളായിട്ട് കാണാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയുള്ള പ്രോബ്ലം ആയാലും കണ്ണിൻ്റെ അതായത് കാഴ്ചശക്തിയെ ബാധിക്കുന്ന ഏത് പ്രോബ്ലം ആയാലും അത് നമുക്ക് ഈ ഗരുഡമുദ്ര വഴി ഇപ്പോൾ തന്നെ മാറ്റിയെടുക്കാനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗരുഡമുദ്ര അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ അതേപോലെ ശ്രദ്ധിച്ച് നോക്കി കേട്ടിരുന്ന് ചെയ്താൽ മതി. നിങ്ങളത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു എർത്ത് നിങ്ങളുടെ കണ്ണിൻ്റെ 2 സൈഡിൽ നിന്നും ഇങ്ങോട്ട് കണ്ണിൻ്റെ ഉള്ളിലോട്ട് പാസ് ചെയ്യും. ഉറപ്പായിട്ടും പാസ് ചെയ്യും. നിങ്ങളെ ഞാനിപ്പോൾ അത് ചെയ്യിപ്പിക്കും. നിങ്ങളിപ്പോൾ ഫ്രീ ആണെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ ചെയ്തു കൊള്ളുക. ആ ഒരു എർത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും. കൺഫേം ആയിട്ടും നിങ്ങൾ ആ ഗരുഡമുദ്ര ഞാൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു എർത്ത് ഇങ്ങനെ ഉള്ളോട്ട് കയറും, കണ്ടുള്ളിലോട്ട് 2 സൈഡിൽ നിന്ന് കയറും. അത് യാതൊരു മാറ്റമില്ല, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ആ ഗരുഡമുദ്ര എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും അത് എങ്ങനെയാണ് നമ്മൾ കൈകളിൽ സെറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് കാഴ്ചശക്തി വർദ്ധിക്കാൻ ആ ഗരുഡമുദ്ര നമ്മൾ യൂസ് ആക്കേണ്ടത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് റിച്ച് നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക.
ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് പറയും മുമ്പായിട്ട് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് തുറന്ന് പറയാനുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഉറക്കമെണീറ്റ് ഞാൻ ഫോൺ നോക്കാറുണ്ട്, കമൻസ് ഒക്കെ നോക്കാറുണ്ട്. എനിക്ക് 2 ചാനലുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ, ജസ്റ്റ് വ്ളോഗും ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സും. ഓക്കെ, അപ്പോൾ ഞാൻ 2 ചാനലും നോക്കി കമൻസ് ഒക്കെ നോക്കും, എങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ അഭിപ്രായം. ഓക്കെ, അങ്ങനെ നോക്കിയപ്പോൾ ഈ ചാനലിൽ, ആയുർവേദ ചാനലിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടു. ഒരു ലേഡി ആണോ ഇനി ജെൻസ് ആണോ എന്നറിയില്ല, എന്തൊക്കെയാണ് പേര് കൊടുത്തിരിക്കുന്നത്, അത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. അപ്പം ആ കമൻറ്റ് എങ്ങനെയാണ്, എനിക്ക് നിങ്ങളുടെ സംസാരം ഇഷ്ടമല്ല, മരുന്നൊക്കെ കൊള്ളാം, പക്ഷേ സംസാര രീതി, ശൈലി, ആ ഒരു വീഡിയോ ചെയ്യുന്ന രീതി ഇഷ്ടമല്ല, ബോർ അടിച്ചെന്ന് കുറുക്കിൽ കടയിൽ അടിച്ചു കൊടുക്കുന്നു ബോർ. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ചെയ്യുന്ന വീഡിയോ ബോറടി മാറ്റുന്ന വീഡിയോ അല്ല. ബോറടി മാറ്റുന്ന വീഡിയോ ആണോ? നിങ്ങൾ തന്നെ പറ, നിങ്ങളവിടെ താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ ചെയ്യുന്ന വീഡിയോ ബോറടി മാറ്റുന്ന വീഡിയോ ആണോ, ആയുർവേദ മരുന്നുകൾ പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ ആണോ? ബോറടി മാറ്റുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ താഴെ ബോറടി മാറ്റുന്ന എഴുതുക. ബോറടി മാറ്റാൻ വേണ്ടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കൊരു ടൈം പാസിനാണോ, അതായത് ബോറടി മാറ്റാൻ വേണ്ടിയാണോ? ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം, അത് നിങ്ങൾ വ്യക്തമായിട്ട് താഴെ എഴുതുക കേട്ടോ, കമൻറ്റ് എഴുതണേ, മറക്കല്ലേ. ഓക്കെ, ഞാൻ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഇതുവരെയ്ക്കും ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. പിന്നെ ചില വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ നിങ്ങൾ തമാശയായിട്ട് തോന്നുമായിരിക്കാം എന്ന സംസാരം. ഓക്കെ, അല്ലാതെ ഞാൻ ഇതുവരെയ്ക്കും അറിഞ്ഞും കൊണ്ട് നിങ്ങളുടെ ബോറടി മാറ്റാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടില്ല, ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അതേപോലെ എനിക്ക് മറ്റൊരാളുടെ ശൈലി, മറ്റൊരാളുടെ ജീവിതശൈലി ഞാൻ ഒരിക്കലും അംഗീകരിക്കാറില്ല, ഞാനത് ഏറ്റെടുക്കാറുമില്ല. എനിക്കൊരിക്കലും മറ്റൊരാളായിട്ട് ജീവിക്കാൻ കഴിയില്ല. എനിക്ക് ഞാനായിട്ട് മാത്രമേ ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഞാൻ എൻ്റെ മരണം വരെ എനിക്ക് ഞാനായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല മറ്റൊരാൾ ഈ ശൈലി, ആ ശൈലി ഞാൻ എടുക്കുക, ക്യാച്ച് ചെയ്യുക, ഇതിവിടെ ഇട്ടങ്ങ് പൊളിക്കുക, ആ പരിപാടി ഇവിടെ അല്ല. അതേപോലെ തന്നെ നിങ്ങളോട് ഇപ്പോഴും ആ കാര്യം ഓപ്പണായിട്ട് പറയുകയാണ്, നിങ്ങൾ ബോറടി മാറ്റാൻ വേണ്ടിയാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ദയവ് ചെയ്ത് കാണണ്ട. കാരണം ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ട് വ്ലോഗ് ചെയ്യുന്നുണ്ട്, എന്തുമാത്രം തമാശയ്ക്കാണ് അവരെഴുതുന്നത്. ഈ ഇടയ്ക്ക് ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ കണ്ടു, ഒരു ഭാര്യയും ഭർത്താവ്, കട്ടിൽ ഭർത്താവ് ഇരിക്കുന്നു, ഭാര്യ അവിടെ തുണി അടിക്കൊണ്ടിരിക്കുന്നു. ചേട്ടാ നിങ്ങളുടെ ജട്ടി അവിടെ, ജട്ടി എടി, അത് ഞാൻ എവിടെയോ, നിങ്ങളെ എവിടെയാണ് കൊണ്ട് ഊരിയിട്ടത്, ആ സ്ഥലത്ത് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ആ ജട്ടി ഇപ്പം കിട്ടിയേ പറ്റൂ. ജട്ടിയുടെ പേര് ഐ ലവ് യു ജട്ടി. നിങ്ങൾ എത്ര പേരെ ആ വീഡിയോ കണ്ടെന്ന് കണ്ടില്ല. നല്ലൊരു കോമഡി വീഡിയോ തന്നെയാണ്, ഞാനും അത് കണ്ടു. ഓക്കെ, ഞാനും കാണാറുണ്ട്, സമയം കിട്ടുമ്പോഴേ ഞാനും കോമഡി വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് ഞാനും കാണാറുണ്ട്. അതിൽ 6-7 മില്യൺ ഉണ്ട്. അത്ര കിട്ടിയാൽ പോരാ, ജട്ടിയുടെ വീഡിയോയാണ്. ഒരു 50 മില്യണെങ്കിലും വ്യൂസ് വരണം. നിങ്ങൾ പോയി അത് കാണണം. ബോറടി മാറണമെന്ന് ആഗ്രഹിക്കുന്നത് ദയവ് ചെയ്ത് ആ വീഡിയോ പോയി കാണുക. ഞാൻ പ്രൊമോട്ട് ചെയ്യണമെന്നില്ല, കിടുന്ന വീഡിയോ, നല്ല ചിരിക്കുക, ആസ്വദിച്ച് ചിരിക്കുക. ജട്ടി വീഡിയോ ആണ്, ഐ ലവ് യു ജട്ടി. ഓക്കെ, അപ്പോൾ അത് പോയി കണ്ടുകൊടുക്കുക. അല്ലാതെ ബോറടി മാറ്റാൻ വേണ്ടിയാണ് അവർ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെപ്പോഴുള്ള ആൾക്കാർക്ക് ബോറടി മാറാൻ വേണ്ടിയാണ് പാവങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അത് പോയി കാണുക കേട്ടോ, കിടുന്ന വീഡിയോ ആണ്. ഒരു 10-30 പ്രാവശ്യം കാണുക, 100 പ്രാവശ്യം കണ്ടാലും കുഴപ്പമില്ല, നിങ്ങളുടെ ബോറടി മാറും. അതുകൊണ്ട് ഇനി ബോറടി മാറാൻ വേണ്ടി ആരും കൊണ്ടുവന്ന വീഡിയോ കാണണ്ട. ഓക്കെ, അപ്പോഴത് തീർന്നു. നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലോട്ട് തന്നെ പോകാം. അപ്പോഴ് കാഴ്ചശക്തി വർദ്ധിക്കണം. അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. അത് ഞാൻ ഒരുപാട് വീഡിയോക്കകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ കേട്ട് ചെയ്ത് നിങ്ങൾ മടുത്തു, കുറേ ഉപദേശങ്ങൾ. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഉപദേശം കാര്യമൊന്നുമില്ല. പ്രോപ്പറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഈ ഗരുഡമുദ്ര നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഞാൻ ചെയ്ത് കാണിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യുക. ആ ഒരു എഴുത്ത് നിങ്ങളുടെ കണ്ണിൽ ഇപ്പോൾ വരാൻ പോവുകയാണ്. ആ ഒരു എഴുത്ത് നിങ്ങളുടെ കണ്ണുകളിൽ വരാൻ പോവുകയാണ്. അതിനുശേഷം വേറെ കുറച്ച് 1-2 കാര്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. കാരണം നിങ്ങൾ അത്രയും ആകാംക്ഷയോടുകൂടി അവർ എടുത്ത് കണ്ണോട് പാസ് ചെയ്യുന്നത് അനുഭവിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. അതെനിക്ക് മനസ്സിലായി. അവർ ത്രില്ലടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് മാത്രം കണ്ണിൽ എടുത്ത് പോരല്ലോ, കുറേ പാവങ്ങളുണ്ട്, ഇതൊക്കെ അറിയാത്ത ഒത്തിരി പാവങ്ങളുണ്ട്. ഇത് അറിയില്ല, ഇത് അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ടെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഫലം ഇപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ പോവുകയാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നല്ല കമൻറ്റ് ഇടുക. ചീത്തയാലും കുഴപ്പമില്ല, ഞാൻ വായിക്കാം. നിങ്ങൾ എന്ത് എഴുതിയാൽ ഞാൻ വായിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കമൻറ്റ്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ വായിക്കും, റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഗരുഡമുദ്ര നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അത് കാഴ്ചശക്തി ഇപ്പോൾ തന്നെ 100 മടങ്ങ് നിങ്ങൾക്ക് വർദ്ധിക്കുവാൻ ആ ഒരു ഗരുഡമുദ്ര എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് നോക്കി കണ്ട് ഇരിക്കുക. നോക്കി കണ്ട് രണ്ടൊന്നാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഗരുഡമുദ്ര എന്നത് ആ ഒരു ഗരുഡന്റെ ചിറക്, വിങ്സ്. ഓക്കെ, ആ ഒരു വിങ്സ് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു വിങ്സിന്റെ ചലനങ്ങൾ നമ്മൾ കൈ കൊണ്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ണിനാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ കണ്ണിന് കിട്ടുന്ന രീതിയിലുള്ള ഭാഗത്താണ് വയ്ക്കുന്നത്. ഈ വിങ്സ് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് അസുഖങ്ങൾ മാറ്റാനുള്ള ഈ ഗരുഡമുദ്രയെ കൊണ്ട് കഴിയും. അത് ഞാൻ പിന്നീട് ഓരോ അസുഖത്തിനുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ഒരു ഗരുഡമുദ്ര ചെയ്യേണ്ടത് നമ്മുടെ കണ്ണിന് കാഴ്ചശക്തി വരണം. ഇപ്പോൾ തന്നെ ആ ഒരു എടുത്ത് കണ്ണിൽ കയറണം. ഓക്കെ, അപ്പോൾ ചെയ്യാലോ? ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ഓക്കെ ആണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, മനസ്സിന് ഫ്രീ ആക്കുക. ഇതൊരു യോഗ മോഡലാണ് വരുന്നത്. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പഠിപ്പിച്ച് തരാം. ഞാൻ പഠിപ്പിച്ച് തരാം, നിങ്ങൾ ചെയ്താൽ ഇപ്പോൾ പഠിക്കും. നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നു. അതൊരു സംഭവമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരു യോഗ മോഡലാണ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, ഓക്കെ, നിങ്ങൾ നിന്നാണ് ചെയ്യുന്നെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് 2 കൈ ഇങ്ങനെ താത്ത് ബോഡിനെ ലൂസ് ചെയ്യുക. ബോഡിനെ ഒന്ന് ലൂസ് ചെയ്ത് നിൽക്കുക. ലൂസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാലോ, എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും അതുപോലെ ബോഡി ലൂസ് ചെയ്ത് നിൽക്കുക അറിയുന്നില്ല. ബോഡി കൂടുതൽ പറയുന്നത്. അപ്പം ലൂസ് ചെയ്ത് നിൽക്കുക. കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ വോയിസ് മാത്രം നിങ്ങൾ കേട്ടിരിക്കുക. വേറെ ഒരു ശ്രദ്ധയും പോകണ്ട, അപ്പുറത്തൊന്നും പോകണ്ട. എൻ്റെ സ്വരം മാത്രം കേട്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മൂക്ക് കൊണ്ട് ശ്വാസം പതിയെ മേപ്പോട്ട് എടുത്തിട്ട് കീഴേക്ക് വാ കൊണ്ട് എക്സൽ ചെയ്യുക. മൂക്കുകൊണ്ട് ശ്വാസം പതിയെ മേപ്പോട്ട് എടുക്കുക, ഇൻഹീൽ ചെയ്യുക. അതിനെ താഴേക്ക് വാ കൊണ്ട് എക്സൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡി എങ്ങനെ ആയിരിക്കണം? ലൂസ് ആക്കി വിടുക. ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഫ്രീ ആയിട്ടിരിക്കുക. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. മൂക്കുകൊണ്ട് ശ്വാസം മേപ്പോട്ട് എടുത്തിട്ട് വാ കൊണ്ട് പതിയെ ഇടുക. നോക്കിയോ? ഓക്കെ, ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഒരു 3 തവണ ചെയ്യുക. ഇപ്പോൾ തന്നെ ചെയ്യുക. ചെയ്തോളൂ. ഒരു 3 തവണ ചെയ്തോളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ മൂക്കുകൊണ്ട് ശ്വാസം പതിയെ മേൽപോട്ട് എടുക്കുക. മാക്സിമം നിങ്ങളെ കൊണ്ട് എത്ര പതിയെ മേപ്പോട്ട് എടുക്കാൻ പറ്റുമോ. അതുകൊണ്ട് ഒത്തിരി വലിച്ചിങ്ങനെ ഒന്നും കയറ്റണ്ട. പതിയെ മേപ്പോട്ട് നിങ്ങൾ ഇവിടുന്ന് ശ്വാസം അതുപോലെ തന്നെ മേപ്പോട്ട് പതിയെ 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 എടുക്കുക. എന്നിട്ട് വാ കൊണ്ട് താഴോട്ട് പതിയെ 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 എക്സൽ ചെയ്യുക. നിങ്ങൾ ചെയ്തല്ലോ? ചെയ്തോ ഇല്ലയോ? ചില വ്യക്തികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചശക്തി 100 മടങ്ങ് വർദ്ധിക്കണം. ആ ഒരു ചിന്ത മാത്രം നിങ്ങളുടെ മനസ്സിൽ മതി. വേറെ ഒരു ചിന്തയും വേണ്ട. ആ ചിന്ത വെച്ചുകൊണ്ട് നിങ്ങൾ ബോഡിനെ ഫ്രീ ആക്കിയിട്ട് ബ്രീത്ത് ഇൻഹീലും എക്സ്ഹീലും നൈസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും 3 തവണ ബ്രീത്ത് ഇൻഹീലും എക്സ്ഹീലും ചെയ്ത് കഴിഞ്ഞ് വിശ്വസിക്കുന്നു. ഇനിയാണ് നമ്മൾ ആ ഒരു ഗരുഡമുദ്ര യൂസ് ആക്കാൻ പോകുന്നത്. ഇപ്പോൾ ആ എർത്ത് നിങ്ങളുടെ ഈ 2 സൈഡിൽ കൂടിയും കണ്ണിൻ്റെ ഉള്ളിലോട്ട് പാസ് ചെയ്യാൻ പോവുകയാണ്. കണ്ണടച്ചും നിങ്ങൾക്ക് ചെയ്യാം, കണ്ണ് തുറന്നു വെച്ചും നിങ്ങൾക്കിത് ചെയ്യാം. ഓക്കെ, കണ്ണടച്ചാലും കുഴപ്പമില്ല, ഇനി നിങ്ങളുടെ കണ്ണ് തുറന്നു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കാണിച്ചു തരാം. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗരുഡമുദ്രയാണത്. പ്രത്യേകം ശ്രദ്ധിക്കുക. കൈ വയ്ക്കുന്നത് പൊസിഷനുണ്ട്, നോക്കിയിരിക്കുക. നിങ്ങളുടെ ഇടത് കൈ നിങ്ങളുടെ വലത് ചെസ്റ്റിൻ്റെ അവിടെ കൊണ്ടിരിക്കുക. അവിടെ മുട്ടിക്കുക. ഇങ്ങനെ വെച്ചോ. കണ്ടോ? ഓക്കെ, ഇങ്ങനെ വെച്ചു. ഇടത് കൈ ഇവിടെ വെച്ചു. ഇനി വലത് കൈ ഇവിടെ വെക്കുക. എല്ലാവരും വെച്ചോ. അങ്ങനെ എല്ലാവരും വെക്ക്. ഇങ്ങനെ വെച്ചോ. ഓക്കെ, ഇനി 2 പേരോട് നോക്കുക. 2 പെരുവിരലോട് നോക്കുക. ഇത് ഒന്ന് കണക്ട് ചെയ്യുക. കൈ എടുക്കുക. ഇങ്ങനെ നമ്മളെ കൊളുത്ത് പിടി.
ഈ പിടിയാണ് കൊളുത്തിപ്പിടി. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ കൊളുത്തി പിടിക്കുക അറിയുന്നത് എനിക്കറിയാം. ഇവിടെ നോക്കിയോ, ഇങ്ങനെ കൊളുത്തി പിടിക്കുക, വലിച്ചു പിടിക്കുക. എന്നിട്ട് ഇനി മുട്ടിക്കണ്ട, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇടത് കൈ ആയിരിക്കണം അടിയിൽ, വലത് കൈ ആയിരിക്കണം മുകളിൽ. മനസ്സിലായല്ലോ? കൊളുത്തി പിടിക്കുക, ചെസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവരിക, മുട്ടിക്കല്ല്. ഓക്കെ, കൈ ഒന്ന് ഫ്രീ ആയിട്ട് വിടുക. ഫ്രീ ആയിട്ട് വിട്ടിട്ട് കണ്ടതോ കഴുകൻ തൻ്റെ ചിറകൊടുക്കിനെ പതിയെ ചലിപ്പിക്കും പോലെ വിരലെല്ലാം ഫ്രീ ആക്കി ചലിപ്പിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്വാസം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇൻഹീൽ ചെയ്യുകയും എക്സ്ഹീൽ ചെയ്യുകയും ചെയ്യുന്ന ആ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഞാൻ വായു ഉള്ളിലോട്ട് എടുക്കുകയാണ്, പിന്നെ താഴോട്ട് ഞാൻ വിടുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ എടുക്കുന്ന പ്രാണവായുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. അതേപോലെ തന്നെ ബ്രീത്ത് ഇന്നും ഔട്ടും ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുകയും ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഒരു 21 വർഷം പതിയെ ചെയ്യുക. ഒരു 21 തവണ പതിയെ ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്ത് തുടങ്ങി ഒരു 6-7 തവണ വിങ്സ് ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ തന്നെ ഒരിടത്ത് നിങ്ങളുടെ ഈ 2 ഭാഗത്തു നിന്ന് കണ്ണിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോണ ഒരു ഫീൽ കിട്ടും. ആസ്വദിച്ച് ചെയ്യുക, എൻജോയ് ചെയ്ത് ചെയ്യുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാഴ്ചശക്തി തിരിച്ചു വേണം. ആ കാഴ്ചശക്തി നിങ്ങൾക്കിപ്പോൾ വീണ്ടെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്യുക, ആത്മാർത്ഥത്തോട് ചെയ്യുക. ഒരു എടുത്ത് ഉറപ്പായിട്ട് നിങ്ങൾ വന്നിട്ടുണ്ടാവും. നിങ്ങളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തുവെങ്കിൽ ആ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാണവായുവിനെ ശ്രദ്ധിച്ച് ബ്രീത്ത് കറക്റ്റാക്കി നിങ്ങളിപ്പോൾ ഇതേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നു കാണും. നിങ്ങൾ വന്നു കാണും, എടുത്ത് വന്നു കാണും, കൺഫേം ആയിട്ട് എടുത്തു വരും. അത് യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ 21 പ്രാവശ്യം ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞത്, ഒന്നിന് നിങ്ങൾ രാവിലെ ഉറക്കമെണീറ്റ് പല്ലൊക്കെ തേച്ച് വൃത്തിയാക്കിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അതിനുശേഷം ഇത് ചെയ്യുക. അഥവാ നിങ്ങൾ വൈകിട്ടാണ് ചെയ്യുന്നതെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഇതേപോലെ ചെയ്തിട്ട് കിടന്നു. നിങ്ങളത് വെറും 3 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മങ്ങിയ ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് മാറ്റും. കാഴ്ച ക്ലിയർ ആയി വരുന്നത് നിങ്ങൾക്കത് ഉണരാൻ കഴിയും. ആസ്വദിച്ച് നിങ്ങൾ ചെയ്യുക. നിങ്ങളെ കണ്ട കാഴ്ച പൂർവാധികം മെച്ചപ്പെട്ട് വരുന്നതായിട്ട് ഒരു ഫീൽ കിട്ടും. കണ്ണ് കാണാൻ പറ്റുമെന്ന് മങ്ങലൊക്കെ മാറും. കണ്ണട ഉണ്ടാകാൻ ഒരിക്കലും ഉപയോഗിക്കേണ്ടി വരില്ല. ഉറപ്പ് പറയുക, കൺഫേമാണ്. ഒരുപാട് പേര് ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയൊരു ഗരുഡ യോഗയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. ഇത് നിങ്ങൾ ചെയ്താൽ മതി. ഒരു മരുന്നും കഴിക്കാതെ ഈ പ്രശ്നം മാറി കിട്ടുമെന്ന്. നിങ്ങളെ കണ്ണിനകത്തുള്ള ഞരമ്പുകളൊക്കെ നല്ലതുപോലെ പ്രവർത്തിക്കും. ഒരു എടുത്ത് വന്നില്ലേ നിങ്ങൾക്ക്? എടുത്ത് വന്നില്ലേ? എടുത്ത് വരും, കൺഫേം ആയിട്ട് എടുത്ത് വന്നിട്ടുണ്ടാവും. അത് യാതൊരു സംശയമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞാൻ ഈ കാണിച്ച പോലെ ഇതേപോലെ തന്നെ ഇതേ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക. ഒരു 21 ദിവസം നിങ്ങൾ മുടങ്ങാൻ ചെയ്യുക. ഒരു ദിവസം 21 പ്രാവശ്യം വെച്ച്, അതായത് നമ്മൾ ഈ ഗരുഡമുദ്ര കണ്ടത്, ഇത് 1, 2, 3 ഇങ്ങനെ 21 തവണ ഒരു ദിവസം ചെയ്യുക. അങ്ങനെ നിങ്ങൾ 21 ദിവസം മുടങ്ങാൻ ചെയ്യുക. നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. നിങ്ങളുടെ കണ്ണിൻ്റെ പ്രശ്നം കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് മാറിയിരിക്കും. നിങ്ങൾ ചെയ്തു നോക്ക്. ഓക്കെ, അപ്പോൾ ഇതിനോട് സംബന്ധിച്ച് തന്നെ 1-2 കാര്യം കൂടി നിങ്ങളെ അറിയിക്കാനുണ്ട്. നിങ്ങൾ ഡെയിലി 5 പ്രാവശ്യമെങ്കിലും ശുദ്ധമായ പച്ചവെള്ളം കണ്ണിലൊഴിക്കുക. ശുദ്ധമായ പച്ചവെള്ളം കണ്ണിലൊഴിക്കുക. ഡെയിലി 5 തവണയെങ്കിലും ശുദ്ധമായ പച്ചവെള്ളം എവിടെ ഒഴിക്കണം? കണ്ണിനകത്ത് ഒഴിക്കുക. 5 തവണ ചെയ്യുക. മനസ്സിലായല്ലോ? ഒരു ദിവസം 5 പ്രാവശ്യം ഇത് ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി ഒരു ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റ് കടിച്ച് പറിച്ച് തിന്നുക. ശരിയേ? ഒരു ചെറിയ ക്യാരറ്റ് അതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കടിച്ച് പറിച്ച് തിന്നുക. ഇത്രയും ചെയ്യാൻ നിങ്ങൾ പറ്റുമല്ലോ. നിങ്ങൾ പറ്റും, കൺഫേം ആയിട്ട് പറ്റും. എനിക്കറിയാം നിങ്ങൾ പറ്റും. എനിക്കറിയാം നിങ്ങൾ കൊണ്ട് പറ്റാത്ത ഒരു കാര്യവും ഇതുവരെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതേപോലെ ചെയ്യുക. എത്ര കാഴ്ച കുറവുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും മാറിയിരിക്കും. അത് യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴൊക്കെ ഇത്രയോളം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, ജസ്റ്റ് റിച്ച് നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.